കിഴക്കൻ മേഖലയിൽ വനപാലകരെയും നാട്ടുകാരെയും വെല്ലുവിളിച്ച് പുലി വീണ്ടുമെത്തി. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനു സമീപം മഹേഷ് ഭവനിൽ പുഷ്പവല്ലിയുടെ 1.5 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെ ഇരയാക്കിക്കൊണ്ടാണ് പുലി വരവറിയിച്ചത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി നായയുടെ കുര കേട്ടതായി പുഷ്പവല്ലി പറഞ്ഞു. മകളും കൈക്കുഞ്ഞും മാത്രമുള്ളതിനാൽ പുറത്തിറങ്ങിയില്ല. വെളുപ്പിന് 5 മണിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് പകുതി ഭക്ഷിക്കപ്പെട്ട നിലയിൽ പശുക്കിടാവിനെ കണ്ടത്. 3 വർഷമായി വായ്പയും കടവുമായി പശുവിനെ വളർത്തി ഉപജീവനം നടത്തിവരികയായിരുന്നു വീട്ടുടമസ്ഥ. ഇത് 5ാം തവണയാണ് പുലി നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. നേരത്തെ വിവിധ സ്ഥലങ്ങളിലായി 4 ആട്ടിൻകുട്ടികളെയും 2 നായകളെയും പുലി ഇരയാക്കിയിരുന്നു. പുലിയെ പിടിക്കാൻ വനപാലകർ സ്ഥാപിച്ച കൂട് ഒരു കാഴ്ച വസ്തുവായി ഇരിപ്പുണ്ട്. തെന്മല റേഞ്ച് ഓഫീസർ BS വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ്, വാർഡ് മെമ്പർ റീന സജീവ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കിഴക്കൻ മേഖലയിലെ ജനങ്ങളെ ആകെ ഭീതിയിലാക്കിയ സംഭവത്തിൽ സർക്കാരിനോ തദ്ദേശ സ്വയംഭരണ അധികൃതർക്കോ വനംവകുപ്പിനോ ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ ആക്ഷേപിക്കുന്നു. പുലിക്കണി മാറ്റി സ്ഥാപിക്കും, തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വനാതിർത്തിയിൽ ട്രഞ്ച് നിർമ്മിക്കും എന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ പുലിയിറങ്ങുന്ന പ്രദേശത്ത് ആയുധധാരികളായ വനപാലകരെ രാത്രി പട്രോളിംഗിന് വിടാൻ പോലും വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നു. കഴിഞ്ഞ മാസം തന്നെ 4 വീടുകളിൽ പുലിയുടെ ആക്രമണം ഉണ്ടായി. അധികൃതരെ അറിയിച്ചെങ്കിലും വേണ്ട സജ്ജീകരണങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. MLA സ്ഥലം സന്ദർശിക്കുകയും സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നും ജനങ്ങൾക്ക് താൽക്കാലികമായ ഒരു ശാന്തി നൽകുന്നതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തെന്മല ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രദേശത്ത് എലിഫന്റ് ട്രഞ്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികൃതർ പുലിക്കണി സ്ഥാപിച്ചെങ്കിൽ തന്നെയും ഇതുവരെയും പുലിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, പുലിക്കണിയുടെ സ്ഥാനം ഒന്ന് മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഗ്രാമത്തെ മുഴുവൻ ഭീതിയിലാക്കിയ സംഭവം വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല.